നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കിഴക്കേക്കര മണിയംകുളം ഭാഗത്തെ റോഡ് നിർമ്മാണം വീണ്ടും തടഞ്ഞ പ്രദേശവാസികൾ. റോഡിന് സമീപത്തായി നിൽക്കുന്ന ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാതെ നിർമ്മാണം അനുവദിക്കില്ലെന്നായിരുന്നു പ്രദേശവാസികളുടെ വാദം. മൂവാറ്റുപുഴ തേനി റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായുള്ള കിഴക്കേക്കര മണിയാങ്കുളം ഭാഗത്തെ റോഡ് നിർമ്മാണം തടഞ്ഞ് പ്രദേശവാസികൾ. ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെയും ജോലിക്കാരെയുമാണ് ഇതേ ആവശ്യം പറഞ്ഞ് പ്രദേശവാസികൾ വീണ്ടും തടഞ്ഞത്. നഗരസഭയിൽ ഉൾപ്പെടുന്ന മണിയാൻകുളം പ്രദേശത്താണ് ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിച്ചതിനു ശേഷം നിർമ്മാണം നടത്താൻ അനുവദിക്കൂ എന്ന നിലപാടുമായാണ് പ്രദേശവാസികൾ റോഡ് നിർമ്മാണം തടഞ്ഞത്. ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള കൃത്യമായ സ്ഥലം കണ്ടെത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് പറയാനുള്ളത്, ഈ റോഡ് പണിയുന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. കാരണം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അത് നല്ല രീതിയിൽ ആക്കണമെന്ന ആഗ്രഹക്കാരാണ് ഇന്ന് ഈ വഴി തടസ്സപ്പെടുത്താൻ വന്നിരിക്കുന്ന എല്ലാവരും. ആർക്കും അതിനകത്ത് വേറെ യാതൊരു ദുരുദ്ദേശങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് തന്നെയാണ്. ഒന്നുമല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമർ ഞങ്ങൾ എടുത്തു കൊടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച് റോഡിൻ്റെ പണി നടത്തണം. കാരണം നമ്മൾ ട്രാൻസ്ഫോമറിന് സ്ഥലം വരെ നമ്മൾ നാട്ടുകാർ തന്നെ എടുത്തു കൊടുത്തു. അത് വേറൊരു വ്യക്തിയുടെ സ്ഥലമാണ്, അതും എടുത്തു കൊടുത്തു. പക്ഷേ ഇതിനകത്ത് ചില ആളുകളുടെ ചില താല്പര്യങ്ങൾ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല, സാമ്പത്തിക ലാഭത്തിനാണോ എന്തിനാണെന്ന് അറിയില്ല. അങ്ങനെ ചില ആളുകൾക്കത് ഇവിടുന്ന് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ പണിയണം, ഇതവിടെ കിടക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയുള്ളവരുണ്ട് ഇതിനകത്ത്. റോഡിന്റെ നടുക്ക് നിൽക്കുന്ന ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കിഴക്കേക്കര നിവാസികൾ നടത്തുന്ന പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരമ്പലക്കുറ്റിയും റോഡിൽ നിന്നും വളരെയധികം മാറി നിന്നായിരുന്നു. അതും പൊളിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഏറെ കാലതാമസം കൂടാതെ ട്രാൻസ്ഫോമർ അവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കുമെന്നും അതിനാൽ റോഡ് നിർമ്മാണം തുടരണമെന്നും ഒരു വിഭാഗം പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. തീർച്ചയായും ഈ മഹലിലുള്ള മുഴുവൻ ജനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരെന്ന നിലയ്ക്ക് സത്യം ചെയ്തു പറയുന്നു, ഉറപ്പായിട്ടും ഈ ട്രാൻസ്ഫോമർ ഇവിടുന്ന് മാറ്റുന്ന കാര്യത്തിനകത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പണി പൂർത്തിയായാലും സമയബന്ധിതമായി ഈ ട്രാൻസ്ഫോമർ ഇവിടെ മാറ്റുന്ന കാര്യത്തിനകത്ത് ഞങ്ങളുടെ എല്ലാം സജീവമായി ഉണ്ടാവും. കാരണം ഇതിന് പൈസ 35 ലക്ഷം രൂപ അനുവദിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെയും അതിൻ്റെ വകുപ്പ് മേധാവികളെയും കണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചത് ഞങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ മാറ്റിക്കൊണ്ടാണ് MLA യുടെ ഇടപെടൽ കൊണ്ടല്ല. എൻ്റെ ഇത്രയും വലിയ സംഘർഷാവസ്ഥ ഇവിടെ അഴിച്ചുവിട്ടിട്ട് മാറ്റിക്കൊണ്ടാണ് MLA എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വരാത്തത്. അദ്ദേഹം വരില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടത് മൂവാറ്റുപുഴ മേഖലയിലെ സംഘർഷമാണ്. എന്തിനാ? അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ സംഘർഷത്തിലേക്ക് കടന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം പറയാനുള്ളൂ. ഇന്ന് ഇവിടെ എവിടെയാണോ ഈ വർക്ക് നിർത്തിവച്ചിരിക്കുന്നത്, ആ നിർത്തിവച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഈ വർക്ക് പുനരാരംഭിക്കണം. ആ പുനരാരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ 4/1/2024 മൂവാറ്റുപുഴ പോലീസിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതുപോലെയുള്ള ആളുകൾ, സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഈ റോഡിൻ്റെ വർക്ക് തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കത്തിന് ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്, നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തുണ്ടാകണം. ഇരുവിഭാഗത്തെയും പ്രതിഷേധക്കാരും KSTP ഉദ്യോഗസ്ഥരും മൂവാറ്റുപുഴ പോലീസും തുടർച്ചയായി നടത്തിയ ചർച്ചകളെ തുടർന്ന് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴിവാക്കി മുന്നോട്ടുള്ള റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ തീരുമാനമായി. ഇതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പൊടിശല്യവും പാതി കോൺക്രീറ്റ് ചെയ്ത റോഡിൽ കൂർത്തു നിൽക്കുന്ന കമ്പി കഷ്ണങ്ങളും അപകടങ്ങൾക്ക് കാരണമായിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും 24 മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്. MA ഹോളിഡേയ്സ് യാസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ.